നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാര്യം വളരെ കഷ്ടമാണെന്ന് എടുത്തു തന്നെ പറയാം. കാര്യം ഈ തദ്ദേശ ഇലക്ഷനിലെ വരാനിരിക്കുന്ന തദ്ദേശ ഇലക്ഷനിലെ അവരുടെ ചില പെർഫോമൻസുകൾ, ചില പ്രകടനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ്. തിരുവനന്തപുരത്തും പ്രശ്നമുണ്ട്, കോഴിക്കോടും പ്രശ്നമുണ്ട്, സംസ്ഥാനത്തൊട്ടാകെ പ്രശ്നമുണ്ട്. സ്ഥാനാർത്ഥി പട്ടിക ഓരോരോ പഞ്ചായത്തിലെയും ഓരോരോ മുനിസിപ്പാലിറ്റിയിലെയും ഓരോരോ ജില്ലാ പഞ്ചായത്തിലെയും ഓരോരോ കോർപ്പറേഷനുകളിലെയും ഓരോന്നോരോന്നെ പ്രഖ്യാപിച്ചു വരികയാണ്. പ്രഖ്യാപിച്ചു തുടങ്ങിയ അന്ന് മുതൽ KPCCക്ക് പരാതിയുടെ പ്രളയമാണ്. പ്രളയം എന്ന് വെച്ചാൽ പ്രളയം. തൊട്ടപ്പുറത്ത് LDF യാതൊരു പരാതിയുമില്ലാതെ സ്ഥാനാർത്ഥി നിർണ്ണയമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ പരാതികൾ ഉണ്ട് എന്ന് വേണം പറയാം. പക്ഷെ എന്നാൽ പോലും LDFന്റെ അല്ലെങ്കിൽ CPIMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് കത്തുകളുടെ കൂമ്പാരം വരുന്നില്ല. അത് ഗ്രൗണ്ട് ലെവലിൽ തന്നെ തീരുകയാണ്. പക്ഷേ കോൺഗ്രസിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. BJP ആണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, അവർ നേരത്തെ തീരുമാനിച്ചതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചില പൊട്ടലും ചീറ്റലും ഉണ്ട്. തിരുവനന്തപുരത്താണെങ്കിൽ കംപ്ലീറ്റ് കൺഫ്യൂഷൻ ആണ്. പക്ഷെ കോൺഗ്രസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവരുടെ കാര്യം അല്പം ഭേദമാണ്. കംപ്ലീറ്റ് കൺഫ്യൂഷൻ തിരുവനന്തപുരത്ത് മാത്രമാണ് BJPക്കുള്ളത്. ഒരാൾ ആത്മഹത്യ ചെയ്തു, മാത്രമല്ല ഒരു കൗൺസിലർ ആത്മഹത്യ ചെയ്തതിന്റെ വേറെ പ്രശ്നമുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. പക്ഷെ കോൺഗ്രസിന്റെ കാര്യം അങ്ങനെയല്ല. അടിമുടി സംഘടനാ ദൗർബല്യമാണ്. ഒന്ന് മുട്ടടയിലെ സ്ഥാനാർത്ഥിയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDFന്റെ ഒരു കോട്ടയായ വാർഡാണ് മുട്ടട. 2010 മുതൽ തുടർച്ചയായിട്ട് അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത് LDFന്റെ സ്ഥാനാർത്ഥിയാണ്. LDF പുറമോട്ട് പോയ 2015 പോലും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ LDF ജയിക്കുന്ന വാർഡാണ് മുട്ടട. 1200 മുകളിൽ വോട്ട് കൃത്യമായിട്ട് കഴിഞ്ഞ എല്ലാ ഇലക്ഷനിലും 2010-ലും 2015-ലും 2020-ലും പിന്നെ ഇടയ്ക്ക് നടന്ന ബൈ ഇലക്ഷനിലും 2020-ൽ അവിടെ ജയിച്ച LDFന്റെ സ്ഥാനാർത്ഥി ഇടയ്ക്ക് അസുഖം ബാധിച്ച് മരണപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു ബൈ ഇലക്ഷൻ മുട്ടട നടന്നിരുന്നു. ആ മുട്ടട ബൈ ഇലക്ഷനിലും 1200 വോട്ട് കൃത്യമായിട്ട് പോൾ ചെയ്ത് LDFന്റെ സ്ഥാനാർത്ഥി വിജയിച്ച വാർഡാണ് മുട്ടട വാർഡ്. 1200-നും 1300-നും ഇടയിലുള്ള വോട്ട് കൃത്യമായിട്ട് പോൾ ചെയ്യപ്പെടുന്നുണ്ട് LDFന്. ആ വോട്ട് ഒരിക്കൽ പോലും കുറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മുന്നണികളുടെയും LDFന്റെയും UDFന്റെയും BJPയുടെയും വോട്ടുകളും ഒരു കാരണവശാലും മാറ്റങ്ങൾ വന്നിട്ടില്ല. കഴിഞ്ഞ 2010 മുതലുള്ള തദ്ദേശ ഇലക്ഷൻ പരിശോധിക്കുമ്പോഴത്തേക്കും 1ാം സ്ഥാനത്ത് LDF, 2ാം സ്ഥാനത്ത് കോൺഗ്രസ്, 3ാം സ്ഥാനത്ത് BJP. ഒരു തവണ കോൺഗ്രസിന് വിമതശല്യം ഉണ്ടായ സമയത്ത് മാത്രമാണ് BJP 2ാം സ്ഥാനത്തോട്ട് വന്നിട്ടുള്ളത്. അങ്ങനത്തെ ഒരു മണ്ഡലമാണ്. അതുകൊണ്ടാണ് BJP ഇത്തവണ അവിടെ BDJSന് മത്സരിപ്പിക്കുന്നത്. BDJSന് സ്ഥാനാർത്ഥി പിടിക്കാത്ത വോട്ട് കോൺഗ്രസിന് കിട്ടുമെന്ന പ്രതീക്ഷയോടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് വേറെ കാര്യം. പക്ഷെ പറയേണ്ട കാര്യം അതല്ല. അവിടെ കോൺഗ്രസ് നിർത്തിയിരിക്കുന്ന ഒരു കേസ് പ്രവർത്തകയാണ്. ആ കേസ് പ്രവർത്തകയ്ക്ക് കോർപ്പറേഷനിൽ വോട്ടില്ല എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഇലക്ഷന് മുന്നേ 3-4 തവണ വോട്ട് ചേർക്കാനുള്ള അവസരം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരുന്നു. ആ സമയത്തൊന്നും കൊടുത്തില്ല. അത് മാത്രവുമല്ല, ഇല്ലാത്ത അഡ്രസ് നോക്കിയാണ് അവർ വോട്ട് ചേർത്തത്. വ്യക്തമായ സംഘടനയുള്ളൊരു ഏരിയ ആയിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റത്തില്ലായിരുന്നു. സംഘടനാ ദൗർബല്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് അബദ്ധം പറ്റിയത്. എന്നിട്ട് അബദ്ധം പറ്റിയതിനു ശേഷമോ എല്ലാം LDFനെ തലയെടുത്തിടാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ. കോഴിക്കോട് കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥിയായിട്ട്, മേയർ സ്ഥാനാർത്ഥിയായിട്ട് സിനിമാ സംവിധായകനായ VM വിനുവിനെയാണ് കോൺഗ്രസ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ കൃത്യം പരിശോധിച്ച് വന്നപ്പോഴത്തേക്കും വിനുവിനും അവിടെ വോട്ടില്ലാത്തതുകൊണ്ട് മത്സരിക്കാൻ സാധിക്കത്തില്ല. 2020-ൽ താൻ വോട്ട് ചെയ്തു എന്നാണ് VM വിനു ഇപ്പോഴും അവകാശപ്പെടുന്നത്. പക്ഷേ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോഴത്തേക്കും മലാപ്പറമ്പിലെ വിനു അവകാശപ്പെടുന്ന ആ വാർഡിൽ വിനുവിന് വോട്ടില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഇലക്ഷൻ നടത്തുന്നത്. മറ്റ് ഇലക്ഷനുകൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. രണ്ടിന്റെ വോട്ടർ പട്ടികയ്ക്കകത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ആ 2024 ഇലക്ഷനകത്തോ അല്ലെ 2021 നിയമസഭ ഇലക്ഷനിലോ വോട്ട് ചെയ്തു എന്നതുകൊണ്ട് 2020 തദ്ദേശ ഇലക്ഷനിൽ വോട്ട് ഉണ്ടാവണം നിർബന്ധമില്ല. വ്യക്തമായ രീതിയിൽ സംഘടനാ പ്രവർത്തകർ പരിശോധിച്ച് വോട്ട് ചേർത്താൽ മാത്രമേ ഇക്കാര്യം നടക്കത്തുള്ളൂ. ഇലക്ഷന് മുന്നേ വോട്ട് ചേർക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു എല്ലാവർക്കും. ആ അവസരം കോൺഗ്രസ് വ്യക്തമായിട്ട് ചെയ്തില്ല. കോഴിക്കോടാണെങ്കിൽ VM വിനു മാത്രമല്ല, മറ്റ് ഒരു കൗൺസിലർ കൂടിയുണ്ട്. അങ്ങനെ സംസ്ഥാനത്തൊട്ടാകെ കോൺഗ്രസിനകത്ത് പ്രശ്നമാണ്. എന്നിട്ട് ഇതിന്റെ എല്ലാത്തിന്റെയും ഉത്തരവാദിത്തം CPIMന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് സംസ്ഥാനത്താണ് ജനാധിപത്യ വിരുദ്ധമായ ഏതൊരു പരിപാടി ചെയ്തു എന്നപോലെ. വൈഷ്ണവ് സുരേഷിന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും അവിടെ വോട്ടില്ല എന്ന കാര്യം വ്യക്തമാണ്. അത് എന്തൊക്കെയാണ്, ചെറുപ്പക്കാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി വോട്ട് ചെയ്യാൻ അനുവദിച്ചാലോ അല്ലെങ്കിൽ മത്സരിക്കാൻ അനുവദിച്ചാലോ അത് നിയമപരമായ തെറ്റ് തന്നെയാണ്. അത് എന്തൊക്കെ പറഞ്ഞാലും ചെറുപ്പക്കാരി ആയതുകൊണ്ട് പ്രത്യേകിച്ച് കൊമ്പൊന്നും വരാൻ പോകുന്നതിൽ മാത്രമേ എടുത്തു ചേർക്കാനുള്ളൂ. കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യങ്ങൾ ഓരോന്നോരോന്നെ പുറത്തു വന്ന ഒരു സുപ്രധാനമായ തദ്ദേശ ഇലക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്
വോട്ടിങ്ങിനെ എത്രമാത്രം ബാധിക്കുമെന്ന് ഇലക്ഷന്റെ ഫലം വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ കോൺഗ്രസിനകത്തുള്ള ദൗർബല്യങ്ങൾ ഓരോന്നോരോന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വെളിപ്പെടുത്തുന്നതാണ് ഇലക്ഷന് മുൻപേ തന്നെ ഇങ്ങനത്തെ സംഭവ വികാസങ്ങൾ.